ആരും പറയും. ഇതിങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ അത് ശരി തന്നെയാണ്. ഇതിന്റെ അർത്ഥം എങ്ങനെയെന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. നമ്മളും അതിന്റെ ഭാഷാർത്ഥം പറഞ്ഞങ്ങാണ്ട് പെട്ടതാണ്. എന്നാൽ ഈ വിഷയത്തിൽ വഹാബികളും അതുപോലെ മുജാഹിദുകൾ ജമാഅത്തുകാരൊക്കെ അബദ്ധം സംഭവിച്ചു. നമ്മളെങ്കിലും ഓരോ വിഷയത്തിന്റെയും അവർ ഇബാദത്തിനെ പരിഭാഷപ്പെടുത്തി. അതല്ല പറ്റിയ കുഴപ്പം. ദുആഇനെ പരിഭാഷപ്പെടുത്തി, എല്ലാ സാധനവും അതേമാതിരി പരിഭാഷപ്പെടുത്തി. അതിന്റെ ഇസ്തിലാഹിനെ പറയുന്നതിന് പകരം ഭാഷാർത്ഥത്തെ പറഞ്ഞതാണ് പ്രശ്നം. ഇവിടെയും അതേ പ്രശ്നമാണുള്ളത്. അതുകൊണ്ട് വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയും ചെയ്യണം. ഇവിടൊക്കെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം ഉറക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പിന്നിലെ താരീഖ് ഉറക്കണം, എന്നാലേ ഉറക്കുള്ളൂ. ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു വിഷയം മനസ്സിലൊരു കാര്യം കൽബിൽ ഉറക്കണമെങ്കിൽ ആ വിഷയത്തിന്റെ